ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ്, വീട്ടിൽ സമാധാനത്തോടെ കുക്കിങ്ങിൻ്റെ ഒക്കെ ഒരു വ്ളോഗാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം പുതിയ പുതിയ വീഡിയോസ് ഇടാനായിട്ട് എനിക്കൊരു മോട്ടിവേഷൻ ആണല്ലോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ്സ് കാണുന്നതൊക്കെ. അപ്പം ആദ്യം തന്നെ ഞാൻ ലഞ്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഏത്തപ്പഴം പുഴുങ്ങിയതിൽ ഒതുക്കി കേട്ടോ. കാരണം ഗുരുവായൂരൊക്കെ പോയിട്ട് വന്ന് ഞാൻ മാവൊന്നും അരച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങിയത് അവിടെ റെഡിയായി ഇരിപ്പുണ്ട്. അപ്പം ലഞ്ചെന്ന് പറയുന്നത് ഒരു സിമ്പിൾ ലഞ്ചാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കൂടെ എടുക്കാതെ പ്ലാൻ ചെയ്തത്. അപ്പം 2 ക്യൂബ് പനീർ, 400 ഗ്രാം പനീർ കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഒരു കപ്പ് ബസ്മതി റൈസ്, കുറച്ച് മസാല, ഏലക്ക ഇട്ടു, പിന്നെ സ്റ്റാർ അനീസ് ഇട്ടു, കുറച്ച് കുരുമുളക് പൂളായിട്ട് ഇട്ടു 5-6 എണ്ണം, 1 കപ്പ് ബസ്മതി റൈസ് കുതിർത്തത്, കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും പനീർ ഒരു 10 മിനിറ്റ് നല്ല ചൂട് വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ കുറച്ച് ഫാറ്റ് കണ്ടൻറ്റും പോവും, പിന്നെ കുറച്ച് സോഫ്റ്റ് ആവാനും നല്ലതാണ്. ഞാൻ എപ്പോഴും പനീർ കുക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു 10 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെക്കും. അതിൻ്റെ കുറച്ച് ഫാറ്റ് കണ്ടൻറ്റ് പോകാനും നല്ലതാണ്. എന്നിട്ട് ഇതിങ്ങനെ ക്യൂബ് അല്ലാത്ത പനീറാണ്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. നല്ല ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഈ 400 ഗ്രാം പനീറിന് വേണ്ടിയിട്ട് കൃത്യം കണക്കൊന്നുമില്ല. അങ്ങനെ നമുക്ക് പൊടികൾ ചേർക്കുവാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 2 ടീസ്പൂണോളം, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഞാൻ ഉപ്പ് ഇവിടെ മാരിനേറ്റ് ചെയ്യാൻ ചേർക്കാൻ മറന്നുപോയി കേട്ടോ. ഉപ്പ് മാരിനേറ്റ് ചെയ്യുമ്പം ചേർക്കണം. പിന്നെ ചേർക്കുന്നത് കുറച്ച് ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി. ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എത്ര വേണം എന്ന് വെച്ചാൽ അത്രയും ചേർക്കാം കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഉപ്പ് ഞാൻ ചേർക്കാൻ മറന്നു പോയതുകൊണ്ട് പിന്നെ എനിക്ക് അത് ചേർക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാരിനേറ്റ് ചെയ്യുമ്പോഴേ ഉപ്പ് ചേർത്ത് ഒരു 10 മിനിറ്റോളം പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഈ സമയത്ത് ഞാൻ അപ്പുറത്തെ സൈഡിൽ ഒരു 5-6 കാഷ്യൂ നല്ല ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പനീർ ചൂടുവെള്ളത്തിലിട്ട് വെച്ചപ്പോൾ തന്നെ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കസൂരി മേത്തിയും കൂടി ഇട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്. കസൂരി മേത്തി ഇടുമ്പോഴത്തേക്കും നല്ലൊരു മണമാണല്ലോ. ഇത് സാധാരണ ഉണ്ടാക്കുന്ന പനീർ ബട്ടർ മസാല അല്ല കേട്ടോ, അതാണെന്ന് വിചാരിക്കേണ്ട. അതല്ല, ഇത് നല്ല ഈസി ആയിട്ടുള്ള വേറൊരു പനീർ കറിയാണ്. പിന്നെ അരപ്പെന്ന് പറയുന്ന ഒരു വലിയ കഷ്ണം, ഇത്രയും ചെറിയ കഷ്ണം, വലിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, 2 or 3 പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ 2 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് ഒരു പാനിലോട്ട് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടൊന്ന് പൊട്ടിക്കുകയാണ്. അപ്പം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഈ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടു. അതൊന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും ഒരു 2-3 സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നല്ല പൊടിയായിട്ട് അരിഞ്ഞത്. ഈ കറിക്ക് ശരിക്കും സവോള ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സവോള ഇല്ലാതെയും ഉണ്ടാക്കാം, അത്ര സിമ്പിളായിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ 1 ടീസ്പൂൺ എന്താണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതൊരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി. പിന്നെ മല്ലിപ്പൊടിയാണ് ഈ സമയത്ത് ചേർക്കുന്നത്. മുളക് പൊടിയൊക്കെ മാരിനേറ്റ് ചെയ്യാൻ ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ അതൊന്ന് ആ ഒരു പച്ചമണം മാറാനായിട്ട് ലോ ഫ്ലെയിമിൽ അപ്പുറത്ത് കിടപ്പുണ്ട്. അത് മാറി വരുന്ന സമയത്ത് ഇപ്പുറത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് വേറൊരു പാനിൽ ഈ പനീർ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുക, വഴറ്റിയെടുക്കുക. ഫ്രൈ ചെയ്യേണ്ട. ഫ്രൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഒത്തിരി എണ്ണ വേണ്ട. ഇതിപ്പം കുറച്ച് നമ്മൾ ഹെൽത്തി ആയിട്ട് കൂടെയാണ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് 1 ടീസ്പൂൺ നെയ്യിൽ, ഞാൻ എണ്ണയ്ക്ക് പകരം നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നെയ്യാകുമ്പോൾ ഹെൽത്തിയാണ്. കുറച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ, സോട്ട് ചെയ്തെടുക്കുകയാണ്, ഫ്രൈ അല്ല ചെയ്യുന്നത്. അത് ചെയ്യുന്ന സമയത്ത് ഇത് ഏകദേശം ഒരു 1-1.5 കപ്പ് തൈരുണ്ട്. അതിലോട്ട് കുറച്ച് ഗരം മസാലയും ഉപ്പും, പിന്നെ ഞാൻ പറഞ്ഞാൽ പനീറിൽ ഉപ്പിടാൻ മറന്നതുകൊണ്ട് ഇപ്പോൾ അവിടെ ഉപ്പ് ചേർക്കുകയാണ്. ഇപ്പോഴാണ് പെട്ടെന്ന് തൈരിൽ ഉപ്പിട്ടപ്പോഴാണ് ഓർത്ത് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ അവിടെ ഉപ്പ് ചേർത്ത്, ഈ തൈരിൽ ഇച്ചിരി കൂടുതൽ ഉപ്പും കൂടെ ചേർത്ത് മറന്നു പോയല്ലോ എന്ന് ഓർത്തപ്പോൾ എന്നിട്ട് ഈ തൈര് നന്നായിട്ട് ആ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഈ കറിയുടെ പേരെന്ന് പറയുന്നത് ദഹി പനീർ എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനൊരു കറി ഉണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യൻ കറിയാണ് ദഹി പനീർ എന്നൊക്കെ പേരിടാം. ഒറിജിനൽ പേര് ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റാണ്. നല്ല സിമ്പിൾ ഞാൻ പറഞ്ഞത്, സവാള ഒഴിവാക്കിയും ഉണ്ടാക്കാം. ഈ പനീർ നല്ലതായിട്ട് മുരിഞ്ഞ് വരും ഇങ്ങനെ നെയ്യിലൊക്കെ കിടന്ന്. നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്തോളൂ. അപ്പോഴത്തേക്കും പനീർ ഞാൻ ഓഫാക്കി. അവിടെ ആ സവോളയുടെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടാണ് തൈര് ചേർത്തത് കേട്ടോ. തൈര് ചേർക്കാൻ നേരത്ത് ഒന്നുകിൽ ലോയിലിടുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുക. ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കുക. എന്നിട്ട് കുറച്ച് ഇളം ചൂട് വെള്ളം ചേർത്ത് നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അത്രയും ഒന്ന് വെള്ളം ചേർത്ത്. കാരണം കാഷ്നട്ട് പേസ്റ്റും കൂടെ ചേർക്കും. അപ്പോൾ കുറച്ചുകൂടെ കുതിർന്ന് വരും, കട്ടിയായി വരും.
കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് പിന്നെ അരച്ച് വെച്ച കാഷ്യൂ ഒരു 5-6 കാഷ്യൂനട്ടേ ഉള്ളൂ കേട്ടോ. അരച്ച് വെച്ച കാഷ്യൂ പേസ്റ്റും കൂടെ ചേർത്തു. എന്നിട്ടാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയത്. കാരണം ആദ്യം തൈരിട്ട് അതൊന്നും ഇത് പിരിഞ്ഞു പോകണ്ട, കാരണം ഗ്രേവി പിന്നെ കാണാൻ ടേസ്റ്റ് മാറും, കാണാനൊരു സുഖം ഉണ്ടാകത്തില്ല. അപ്പോഴത്തേക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പിന്നെ ഗ്രേവി കുറച്ച് തിക്കായി വരികയും ചെയ്യും. ഈ സോട്ട് ചെയ്ത് വെച്ചിരുന്ന പനീറും കൂടെ ചേർത്തു. നല്ല തിക്ക് ഒരു നല്ല കുഴഞ്ഞൊരു പരുവത്തിൽ ഗ്രേവി വരും കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. അതൊരു ഉണ്ടാക്കി ഉടനെ ഒരു 5 മിനിറ്റ് എടുത്ത് കഴിക്കരുത്. ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോഴാണ് ആ ഒരു തൈരിൻ്റെ ആ ടേസ്റ്റൊക്കെ മാറി നല്ലൊരു ടേസ്റ്റാണ്. ചപ്പാത്തിക്ക് നല്ലതാണ്. ഇതേപോലെ ഒരു മൈൽഡ് ഫ്ലേവറിലുള്ള ഒരു ഗ്രേവിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ കസൂരി മേത്തിയൊക്കെ ചേർക്കണം കേട്ടോ മാരിനേറ്റ് ചെയ്യുന്നു. എന്നാലേ നമ്മളെപ്പോഴും പനീർ മറ്റേ ടൊമാറ്റോ പേസ്റ്റൊക്കെ ചേർത്തിട്ട് അരച്ചിട്ട് അങ്ങനെയല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ്. പിന്നെ നെക്സ്റ്റ് ഞാനൊരു തട്ടിക്കൂട്ട് റൈസ്, അതിൽ ജസ്റ്റ് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചെറിയ ജീരകം പൊട്ടിച്ചു. പിന്നെ ഉഴുന്ന് പരിപ്പിട്ടു. ചെറിയ ജീരകം ഉഴുന്ന് പരിപ്പ് ഇട്ട് ഇതെല്ലാം ആ പെട്ടിയിൽ തീരാറായിരിക്കണം, അതുകൊണ്ട് അതോടുകൂടി കമത്തുന്നത്. പിന്നെ 2 പച്ചമുളക്. അപ്പം ചെറിയ ജീരകം ഉഴുന്ന് പരിപ്പ് 2 പച്ചമുളക്. ഇത് ജസ്റ്റ് ലെമൺ റൈസ് എന്നും പറയാം, ജീര റൈസ് എന്നും പറയാം. രണ്ടും കൂടെ മിക്സാക്കിയാണ് ഉണ്ടാക്കുക കേട്ടോ. ബസ്മതി റൈസ് വേവിച്ച് വെച്ചിരുന്നല്ലോ. എന്നിട്ട് ഇത് വഴറ്റിയിട്ട് കപ്പലണ്ടി തൊലി കളഞ്ഞ വെള്ള കപ്പലണ്ടിയാണ് ആക്ച്വലി ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ മസാല കപ്പലണ്ടിയാണ് ഉണ്ടായിരുന്നത്. ഇത് ചേർത്താലും ടേസ്റ്റൊക്കെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എരിവുള്ള കപ്പലണ്ടി ചേർക്കുന്ന ഇളക്കി കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ നാരങ്ങ നീര് ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫാക്കി കേട്ടോ. അല്ലാതെ നല്ല ചൂടിൽ ഈ ഫ്ലെയിമിലിട്ട് നാരങ്ങ നീര് ചേർക്കുന്നത് അത്ര നല്ലതല്ല. ഫ്ലെയിം ഓഫാക്കി നാരങ്ങ നീര് ചേർത്തിട്ട് റൈസും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഫ്ലെയിം ഓണാക്കിയത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു. എന്നിട്ട് വേവിച്ച് വെച്ചിരുന്ന ബസ്മതി റൈസ് കുഴയാതെ വേവിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഇത് റൈസ് കാണാനൊരു രസം ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന സമയത്ത് ആ വെറുതെ കിടന്ന് ഏലക്ക ഗ്രാമ്പും ഒക്കെ അങ്ങ് എടുത്ത് മാറ്റി. കാരണം അതിൻ്റെ ഫ്ലേവറൊക്കെ ഓൾറെഡി റൈസിൽ ഇറങ്ങിയല്ലോ. പിന്നെ അത് കഴിക്കുമ്പോഴത്തേക്ക് ആ ഏലക്ക കിടക്കും ഒരു സുഖം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ അങ്ങ് ഈ സമയമാകുമ്പോഴത്തേക്ക് അങ്ങ് എടുത്ത് ഞാൻ മിക്കപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എടുത്ത് മാറ്റി. പക്ഷെ നല്ല സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ മൈൽഡ് ഫ്ലേവറാണ് ഈ റൈസും ആ കറിയും കൂടെ. ഇല്ലാതെ റൈസ് വേണമെന്നൊന്നുമില്ല. ഞാനിതുപോലെ ലഞ്ച് ആക്കാനായിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ രാത്രിയിൽ ചപ്പാത്തിക്കും ഒക്കെ നല്ല എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഒരു വലിയ സ്പൈസി ആയിട്ടുള്ളത്. എനിക്ക് ഒരു ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനത്തെ ഇടയ്ക്ക് എന്നും ചോറല്ലേ, ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ഒരു 1/4 മണിക്കൂറിനകം പണിയൊക്കെ കഴിയും. പിന്നെ എൻ്റെ ആസ് യൂഷ്വലുള്ള ഉച്ചക്കത്തെ ക്ലീനിങ് പ്രൊസീജിയറാണ്. എന്തുണ്ടാക്കിയാലും ഈ ക്ലീനിങ് എന്ന് പറയുന്നൊരു പണിയാണ്. പിന്നെ എനിക്ക് വൈറ്റ് വോളായതുകൊണ്ട് അതൊക്കെ ഡെയിലി ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം മടി പിടിച്ചിരുന്നാൽ അതങ്ങ് വൃത്തികേടാവും. പിന്നെ അതൊരു വലിയ പണിയായി തീരും. അത് കാണുമ്പോഴേ മൈൻഡിലൊരു ഡിസ്റ്റർബൻസ് ആണ്. ഇത് പിന്നെ ഞാൻ എന്നും ചെയ്യുന്ന ക്ലീനിങ് ഒന്നും അല്ല. ഇവിടെയൊക്കെ ഇത് അങ്ങ് ചെയ്യണം തോന്നി. എനിക്ക് മൈൻഡ് കുറച്ചിങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ എവിടെയെങ്കിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങ് തുടങ്ങും. അത് ക്ലീൻ ചെയ്യുമ്പോൾ അതിലോട്ടങ്ങ് ഫോക്കസ് ചെയ്താൽ കുറച്ച് എനിക്ക് മൈൻഡ് ഡീവിയേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയാം. ഇങ്ങനെ മൈൻഡ് ഡീവിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അറിയാമല്ലോ, എനിക്കിങ്ങനെ ക്ലീനിങ് ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വഴികളാണ്. ഞാനേ കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഡ്രസ്സിൻ്റെ കഴുത്ത് ഇറങ്ങി കിടക്കുമ്പോഴത്തേക്കും ഇവിടെ ഇടാനായിട്ട് ഒരു സംഭവം. അപ്പം കുറച്ചധികം പേര് എൻ്റെ അടുത്ത് കമൻറ്റിൽ അത് എന്താണെന്ന് കാണിക്കാമോ, പക്ഷെ അത് വിട്ടുപോയി. പിന്നെ അത് കാണിക്കാമോ എന്ന് കുറേ പ്രാവശ്യം വീണ്ടും മെസ്സേജ് ചോദിച്ചു. അപ്പോൾ ഞാനത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ട് വ്ളോഗ്സിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് പേര് ചോദിച്ചത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. വ്ളോഗ്സിലൊക്കെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ഇതിങ്ങനൊരു ചെറിയൊരു ക്യാമിസോൾ എന്ന് പറയും, ക്ലിപ്പ് ഓൺ ക്യാമിസോൺ എന്ന് പറയും. അപ്പം ഇതിങ്ങനെ നമുക്ക് അകത്തിങ്ങനെ ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. 2 സൈഡിലുണ്ട്. ഇതിപ്പോൾ സ്കിൻ കളറാണ്. ഇങ്ങനൊരു പാക്കറ്റാണ് കേട്ടോ ഈ ക്യാമിസോളിന്. സീക്രട്ട് ക്യാമിസോൾ എന്നൊക്കെയാണ് പേര്. പല ബ്രാൻഡുണ്ട്. ഞാനിപ്പോൾ ഇത് മേടിച്ചിട്ട് ഒത്തിരി നാളായി. ഇതേപോലെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്, അത് ഞാനിപ്പോൾ കാണിക്കാം. അതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനിങ്ങനെ ഇടുമ്പോഴത്തേക്കും ചിലർക്ക് കറക്റ്റ് അത് ഇവിടുത്തെ സൈസ് അനുസരിക്കും. ഇത് ഇടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബ്രേസിൻ്റെ 2 സ്ട്രാപ്പിലോട്ടും ഇത് ക്ലിപ്പ് ഓൺ ചെയ്ത് വെക്കണം. ഇങ്ങോട്ടും ഇങ്ങനെ ഈ ക്ലിപ്പ് വെച്ചിട്ട് ഈ വള്ളിയിലോട്ടും ബ്രേസിൻ്റെ ഈ വള്ളിയിലോട്ടും ക്ലിപ്പ് ഓൺ ചെയ്ത് വെക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ഷിമ്മി ഇടുന്നതിന് പകരം ഇതിങ്ങനെ ഇരിക്കും കഴുത്തിറങ്ങിയ ഡ്രസ്സിന്. പക്ഷേ എനിക്കിതിൻ്റെ പ്രോബ്ലം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചുരുണ്ട് മുകളിലോട്ട് വരും.
അപ്പോൾ എനിക്ക് ഇതിങ്ങനെ ലൂസായിട്ടിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ എനിക്ക് അങ്ങനെ എനിക്ക് മെയിനായിട്ട് ഈ ചുരിദാറിനല്ല, ഈ ഡ്രസ്സ് ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ് ആ കഴുത്തിറങ്ങി റെഡിമെയ്ഡില്ല, അപ്പോൾ മിക്കതിനും കഴുത്തിറങ്ങിയതായിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ ഇടുമ്പോഴത്തേക്ക് അതിങ്ങനെ ഇതെല്ലാം കൂടി ഇങ്ങനെ ചുരുണ്ട് മുകളിലോട്ട് വരുന്നതായിട്ടൊരു പ്രശ്നം തോന്നി 2-3 പ്രാവശ്യം ഇട്ടപ്പോഴത്തേക്കും. ഇത് ശരിക്കും ബ്ലാക്ക്, വൈറ്റ്, സ്കിൻ കളർ ഈ 3 കളറിലാണ് ആ പാക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതിനെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടെ യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഇപ്പം കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ്. ഞാൻ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു വീഡിയോയിൽ, പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് ഡിസ്കവർ ചെയ്തൊരു സംഭവമാണിത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ യൂസ് എന്ന് കാണിക്കുക. ഇതിങ്ങനെ ഒരു സ്റ്റിക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. രണ്ട് സൈഡിലും സ്റ്റിക്കറുണ്ട്. അതാണ്ട് ഇതേപോലെ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. ഒരു സൈഡിൽ ഇതേപോലെ അഴിക്കും, എന്നിട്ട് നമ്മുടെ അകത്ത് മേത്തോട്ടിങ്ങനെ ഒട്ടിക്കും. ഇപ്പോൾ ഡ്രസ്സിൻ്റെ അകത്താണെങ്കിൽ ഞാനിപ്പം മേത്തോട്ട് ഒട്ടിച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു, എന്നിട്ട് അതിൻ്റെ മറ്റേ സൈഡിലെ ഇതും കൂടെ ഇത് നമ്മൾ ഇത് മാറ്റുന്ന പോലെ മറ്റേ സൈഡിൽ ഇതും ഇതിൻ്റെ ബാക്ക് സൈഡിൽ അഴിക്കണമായിരുന്നു കേട്ടോ. ഇത് ഫുള്ളായിട്ട് സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ചു, ബാക്ക് സൈഡിൽ ഒട്ടിച്ചു. അതപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു ഇൻവിസിബിൾ ഇതാണ് കേട്ടോ, ഇൻവിസിബിൾ സ്റ്റിക്കറായിട്ട് ഇങ്ങനെ ഇട്ടു. എന്നിട്ട് അപ്പോൾ കഴുത്തിറങ്ങിയ ഡ്രസ്സാണെങ്കിൽ ആ കഴുത്ത് അങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. അപ്പം ഞാൻ എന്നിട്ട് 2 സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. അപ്പോൾ ആ ഡ്രസ്സിലോട്ട് ഇങ്ങനെ സ്റ്റിക്കായിട്ടിരിക്കും, കണ്ടില്ലേ? ഇതിനി അനങ്ങത്തില്ല അവിടെ നിന്ന്. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയത്. അപ്പോൾ മറ്റേതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ചുരുണ്ട് വരുമ്പോൾ ഒരു സുഖമില്ല. ഇതിങ്ങനെ ഞാൻ മിക്കതിനിപ്പോൾ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ കഴുത്തിറങ്ങി മറ്റേ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും ഇത് 2 സൈഡിലും ചിലപ്പോൾ ഞാനിങ്ങനെ ഇവിടെയും ഈ ഭാഗത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ 3 കുറച്ച് ലൂസായിട്ട് നമ്മളിങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോഴൊക്കെ കുറച്ച് ചില ഡ്രസ്സുകൾ എനിക്കിങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തുറന്നു പോകുന്ന കഴുത്ത് നമുക്ക് ഡിസ്കംഫർട്ടില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി കുനിഞ്ഞിരിക്കണം, നമ്മളിങ്ങനെ പിടിക്കണം, മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. അപ്പോൾ അങ്ങനെ തുറന്നു പോകത്തില്ല. എനിക്ക് നല്ലൊരു സംഭവമായിട്ട് തോന്നി. അപ്പം ഞാനിത് ടാഗ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഡ്രസ്സിനും പ്രശ്നമൊന്നും വരില്ല കേട്ടോ, അത് വിചാരിക്കേണ്ട. ഡ്രസ്സിന് എന്തെങ്കിലും പ്രശ്നം വരും അങ്ങനെയൊന്നും വിചാരിക്കില്ല, ഒരു പ്രശ്നവുമില്ല. ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ സുഖമായിട്ട് ഇളക്കി കളയാം. ഡ്രസ്സിനും പ്രശ്നമില്ല, ഒന്നിനും പ്രശ്നമില്ല. ഇങ്ങനെ ഇളക്കി കളയാവുന്നേ ഉള്ളൂ മേത്തൂന്ന്. അപ്പം ജസ്റ്റ് ഇത് കാണിച്ചതേ ഉള്ളൂ.